ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കർണാടകയിലൊക്കെ കിട്ടുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്, അതായത് മധുർ വട. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയി കേട്ടോ. ഇതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി, ഇതിലേക്ക് 1/2 കപ്പ് റവ, 3 ടേബിൾ സ്പൂണോളം മൈദ. ഇനി ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക് ഒരു 4 എണ്ണം. എരിവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു വെള്ളിയുള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിനായിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയ്ക്കിട്ട് നമുക്കിനി എല്ലാം കൂടി നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈങ് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ട് കൈ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇതാ ഞാനിവിടെ കുഴച്ച് നമ്മൾ ഇതൊന്ന് ബോൾസ് ആക്കിയിട്ട് ഒരു വാഴേൻ്റെ ഇലയിലോ മറ്റും വെച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായി പരത്തി കൊടുക്കും. ഒരു പപ്പടത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പം വരെ നമുക്ക് പരത്തി കൊടുക്കണേ. ഇതുപോലെ തിന്നായിട്ട് മാക്സിമം പറ്റുന്നത്ര തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണം കേട്ടോ. വാഴേൻ്റെ ഇല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു പാത്രം എടുത്താലും മതി. ഏറ്റവും നല്ല വാഴേൻ്റെ ഇലയിൽ ചെയ്യുമ്പോൾ ആയിരിക്കും. നമ്മൾ ഈ പരത്തിയെടുക്കുമ്പോൾ ഇല്ല, ഇത് പൊട്ടിപ്പോവാതെ ഇരിക്കാൻ നോക്കണേ. അതിന് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടൊക്കെ നമ്മൾ പരത്തി കൊടുക്കണേ. എന്നിട്ട് ചൂട് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആവണ അനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറിച്ചിടുമ്പോഴൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം, പൊട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതപ്പോൾ 2 സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ വടയും ചെയ്തെടുക്കാം. ഇതാ നമ്മളെ മധുർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.